ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാം, ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം അതികഠിനമായ വേദനയും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള വേദനകളാണ് നമുക്ക് കിട്ടുന്നത്, അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനിപ്പോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പഴയ ഫോട്ടോസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വന്നായിരുന്നേ. അപ്പോൾ അതിനകത്ത് 2-3 ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു, ഇങ്ങനെ അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും പേരുണ്ടാവുമല്ലോ, അവരുടെ മുമ്പിൽ നമ്മുടെ ഒരു അറിവ് എത്തിക്കാമെന്ന് കരുതി ഞാൻ ഒരു 2 വർഷത്തിന് മുമ്പ് 2 വർഷത്തിന് മുമ്പ് ചോറ് ഊറ്റിയപ്പോൾ മീൻസ് ചോറ് നമ്മൾ വാക്കത്തില്ലേ, അങ്ങനെ ഊറ്റിയപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ 2 കയ്യിലും കലം നിന്നില്ല, ഒരു കൈ വിട്ടുപോയി. അപ്പോഴേക്കും ചോറും വെള്ളവും എല്ലാം കൂടെ നമ്മുടെ ദേഹം മൊത്തം, അതായത് ചെസ്റ്റും താഴോട്ട് ഫുള്ളും ചൂട് വെള്ളവും ചോറും എല്ലാം വീണ്. ചോറെല്ലാം കൂടെ എൻ്റെ റൈറ്റ് സൈഡിലെ കാലിൽ പാദത്തിൽ വീണ്, പിന്നെ ദേഹത്തൊക്കെ വീണ്. പക്ഷെ ആ ആവി നമ്മളിങ്ങനെ ഊറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ താഴോട്ട് വരുമ്പോൾ ആവി എല്ലാം കൂടെ എൻ്റെ മുഖത്തേറ്റ് അതങ്ങനെ നല്ല രീതിക്ക്, അത്യാവശ്യം നല്ല രീതിക്ക് ഒരു അന്ന് പക്ഷെ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിറ്റേന്ന് അപ്പോഴേക്കും മുഖമൊക്കെ ഇവിടേക്ക് കറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കയ്യിൽ ഈ ഒരു ഭാഗത്ത് എനിക്കതൊന്ന് ഇപ്പം അറിയാൻ പറ്റുന്നില്ല, ഇവിടെ ഈ ഒരു കയ്യിൽ അറിയാൻ പറ്റുന്ന ഇത്രയും ഭാഗത്ത് കണ്ടോ, ഇത്രയും ഭാഗത്ത് അറിയാം, ബാക്കി ഈ ഭാഗത്തൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ആ തൊലിയൊക്കെ പോയായിരുന്നു. പൊള്ളലേറ്റ് അന്നേരം ഒന്നും തൊലി പോയില്ല കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ പെട്ടെന്ന് ഞാനത് അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവർ എന്തോ ഒരു ഓയിൽമെൻറ്റും ഗുളികയൊക്കെ, വേദനയ്ക്കുള്ള ഗുളികയൊക്കെ തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്നായപ്പോഴേക്കും കാലിലെ ആ ഒരു സംഭവം കാൽപാദത്തിനും കയ്യിലെല്ലാം ഇങ്ങനെ ഒരു തൊലി ഇങ്ങനെ പൊങ്ങി വന്നായിരുന്നേ. ഞാൻ പറ്റുമെങ്കിൽ ഈ സൈഡിലൊരു ഫോട്ടോ കൊടുത്തേക്കാം. പൊങ്ങി വന്ന് അപ്പോൾ അവരത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. കട്ട് ചെയ്ത് നമ്മൾ പെട്ടെന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ആശ്രയിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ആ തൊലിയെല്ലാം കാൽപാദത്തിലെ കുറച്ച് ഭാഗം, പാദത്തിലെ കുറച്ച് ഭാഗം, ഇത്രയും ഭാഗത്ത് തൊലിയായിട്ട് എടുത്ത് കളഞ്ഞു. ബാക്കി ഭാഗം എടുത്തില്ല കേട്ടോ, കാരണം അത് തൊലി പൊങ്ങി ഇങ്ങനെ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഞാനൊരു 2 ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെച്ച്. അവർ കെട്ടിയാണ് കേട്ടോ വിടുന്നത്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ കെട്ടി വെക്കാറില്ല. എന്തോ ഇവരെനിക്ക് കെട്ടിയാണ്, തുണി വെച്ച് കെട്ടിയാണ് വിട്ടത്. അതും പറ്റുമെങ്കിൽ ഈ സൈഡിൽ കൊടുത്തേക്കാം ഫോട്ടോ. അപ്പോൾ കെട്ടി വിട്ട ശേഷം ഞാനത് 2 ദിവസം അങ്ങോട്ട് അടുപ്പിച്ച് ആ ഹോസ്പിറ്റലിൽ മരുന്ന് വെച്ച ശേഷം പിന്നെ ഞാൻ അപ്പോഴേക്കും എറണാകുളത്ത് കോലഞ്ചേരിയിലാണ് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ അന്നേരം ആ സമയത്ത് താമസിച്ചിരുന്നത്. അപ്പം ഞാനത് ഹസ്ബൻഡിനോട് അവിടെ പോയി. ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ച് മടങ്ങിപ്പോയിട്ട് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ, പട്ടിമറ്റാണ്, കോലഞ്ചേരി പട്ടിമറ്റത്ത് ഒരു ഹോസ്പിറ്റലിൽ ഈ തുണ്ടൊക്കെ കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിക്കാൻ പോയപ്പം ആ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഒരു പൊള്ളൽ വൈദ്യർ എന്നുള്ള ഒരു വൈദ്യരുണ്ട്, അപ്പോൾ അവിടെ പോയി കാരണം ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി അതിന് തന്നെ ഒരു 1000 രൂപയ്ക്കകത്ത് ദിവസം നമ്മൾ ക്ലീൻ ചെയ്യണം. അത് മരുന്ന് വെക്കുന്നതിനൊക്കെ ദിവസം പോയി ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര ദിവസം പോയാലാണ് ഇത് കംപ്ലീറ്റായി കയ്യിലും മുഖത്തൊക്കെ ഉള്ളത് പോകുന്ന അറിയില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ഒരു പൊള്ളൽ വൈദ്യരുണ്ട്, നിങ്ങൾ അവിടെ പോയി കാണിക്ക്. 99% പൊള്ളിയത് വരെ ആ പുള്ളി മരുന്ന് കൊടുത്ത് സുഖം പ്രാപിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ വിശ്വാസമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വൈദ്യന്മാരല്ലേ, അതുകൊണ്ട് വിശ്വാസം കാര്യങ്ങളില്ലായിരുന്നു. നേരെ നമ്മൾ മരുന്ന് വെക്കുന്ന നേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് ഈ പൈസ കളഞ്ഞ് ഈ മരുന്ന് വെക്കുന്നതിൻ്റെ കാര്യം നല്ലത്. എൻ്റെ ശരീരം മൊത്തം പൊള്ളിയതായിരുന്നു. അതായത് അവരും ചൂടുവെള്ളം അങ്ങനെ കണ്ട് വീണ് വയറിൻ്റെ സൈഡ് മൊത്തം പൊള്ളി. അപ്പോൾ ഞാൻ ആ വൈദ്യൻ്റെ അടുത്ത് പോയാണ് എന്നിട്ട് എനിക്ക് വയറൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. എൻ്റെ വയറ്റിൽ ഒരു പാടോ പൊള്ളൽ വന്നതിൻ്റെ ഒരു പാടോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങി മരുന്നൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ ഇതെനിക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഒരു കുപ്പി ആദ്യം തന്നെ ആ വൈദ്യം ചെയ്തത് നമ്മുടെ കെട്ടങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് ഒരു തൂവൽ കൊണ്ട് ഒരു എണ്ണ ഇങ്ങനെ
തേച്ച് തന്നു. പക്ഷേ കാലിലും കയ്യിലും മുഖത്തൊക്കെ ഇവിടെയൊക്കെ തേച്ച് തന്നായിരുന്നു. തേച്ച് തന്ന ശേഷം അവർ പറഞ്ഞു കണ്ടിന്യൂസ് എണ്ണ തോരാണ്ട് നമ്മുടെ ശരീരത്തിൽ എണ്ണ പറ്റാണ്ട് എണ്ണ ഇട്ടുകൊണ്ടിരിക്കണം. 10 ദിവസം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ എല്ലാവരും വിശ്വാസമല്ലേ. അപ്പോൾ നമ്മളത് കാലയിലൊക്കെ എണ്ണ ഇട്ട് വീട്ടിൽ കണ്ടിന്യൂസ് അച്ഛന് ഉറപ്പില്ലാണ്ട് എണ്ണ ഇട്ട് തന്നായിരുന്നു. എണ്ണ ഇട്ട് കഴിഞ്ഞ ശേഷം അന്ന് അത് നല്ല കാറ്റ് അല്ലേ, നല്ല കാറ്റ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ കാല് മാത്രം പഴുത്തായിരുന്നു. ചെറിയൊരു പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വൈദ്യനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ പിഴിഞ്ഞുപുളിയുടെ ഇല മേടിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഇളം ചൂടുവെള്ളം, മൂത്രത്തിൻ്റെ ചൂട്, ആ ഒരു ചൂടേ പാടുള്ളൂ. അത് കാലയിലൊഴിച്ച് നമ്മൾ പഞ്ഞി കൊണ്ടിങ്ങനെ പഴുപ്പിങ്ങനെ എടുത്തെടുത്ത് കഴുകി കളഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ ഇടാൻ പറഞ്ഞേ. പക്ഷേ നമ്മളത് കേട്ടു. പിന്നെ വേദനയ്ക്ക് വേണമെങ്കിൽ ഗുളിക നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ തന്ന ഗുളിക വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. നമ്മളൊന്ന് കാല് നിവർത്തിയേ വെക്കാൻ പറ്റുള്ളൂ. കാലായിരുന്നു എനിക്ക് ഏറ്റവും പൊള്ളലേറ്റതും ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എല്ലാം കാല് തന്നെയായിരുന്നു, വലത് കാലായിരുന്നേ. അപ്പോൾ എണീറ്റ് നിൽക്കാനോ, അതായത് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്ന് എണീറ്റ് കാല് തറയിൽ ഊന്നണമെങ്കിൽ ഭയങ്കര സഹിക്കാൻ പറ്റും. നമ്മളൊന്ന് 2 or 3 വിളി വിളിച്ചിരിക്കും, അതുപോലെ സഹിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ കാല് അത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ മസിലെല്ലാം എന്തോ ആ ഒരു കാല് മൊത്തത്തിലൊരു തരിപ്പാണ്. ഒരു 2-3 സെക്കൻഡ് നമുക്ക് ഒട്ടും പറ്റില്ല നിൽക്കാൻ. അതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കാലെല്ലാം കൂടെ നല്ലപോലെ വീർത്ത് ആ ഒരു പരുവായിരുന്നു. ഞാൻ അതും ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. അതായത് രക്തത്തിൻ്റെ കളറിൽ ആ തൊലി മൊത്തം അവർ എടുത്ത് കളഞ്ഞ് രക്തത്തിൻ്റെ കളറിലിരുന്നതാണ്. ഒരുപാട് വ്യത്യാസം, അതായത് എന്താ പറയുക, അത്രയും ഇതിൽ നിന്ന് നോർമൽ കറക്റ്റ് ആ വൈദ്യർ പറഞ്ഞത് 10 ദിവസം ആകുമ്പോൾ നോർമൽ നമ്മുടെ കാലിൻ്റെ പോലെ ആവും. പിന്നെ നമ്മുടെയൊക്കെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, നമ്മൾ കുറച്ച് സുഖം പ്രാപിക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ മരുന്നോ കാര്യങ്ങളോ ഉപയോഗിക്കത്തില്ല. ഇത് തന്നെയാണ് എനിക്കും പറ്റിയത്. കയ്യിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇവിടെ ചെറുതായിട്ട് ആ ഒരു പാട് ഉണ്ട്. അത് വെട്ടം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാടുണ്ട്. പക്ഷെ മുഖത്തൊന്നും പൊള്ളിയതിൻ്റെയോ ആ തൊലി ഇളകിയതിൻ്റെ ഒരു പാടോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ കാല് ഞാൻ കൂടെ സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പോഴുള്ളത് ഒരു ചെറിയൊരു ഭാഗം കറുത്തിട്ടിരിപ്പുണ്ട്. അതെൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഇട്ടാണെങ്കിൽ ഈ പൊള്ളിയതിൻ്റെ ഒരു പാട് പോലും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ അതെൻ്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ അഹങ്കാരം വേണമെന്ന് പറയാനല്ല, എൻ്റെ അഹങ്കാരം തന്നെയാണ്. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ ഇട്ടായിരുന്നെങ്കിൽ ആ ഒരു കറുത്ത പാടും പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു. ഒരു ഈസ്റ്റർ കഴിഞ്ഞ് വിഷു സമയത്ത് 2ാമത് എണ്ണ മേടിക്കാൻ പോയപ്പം പടക്കം പൊട്ടിച്ച് മുഖം മൊത്തം പൊള്ളി വാരിക്കൊണ്ട് ഒരു കുഞ്ഞു വന്നായിരുന്നു. അതിനും മരുന്ന് ഇതുപോലെ കൊടുത്ത് പോയായിരുന്നു. എനിക്കൊന്നും അതിനും സുഖം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്കൊരു ചെറിയൊരു ബോട്ടിൽ 200 രൂപയായിരുന്നു ആ എണ്ണ. നമ്മൾ തൂവൽ കൊണ്ട് കാലയിൽ നമുക്ക് പൊള്ളലേറ്റ ഭാഗത്ത് ഇടണം. ബാക്കി വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു പത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല 99%, അതായത് 1% എന്ന് പറയണത് അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞു വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടായിരുന്നെങ്കിൽ ആ പൊള്ളിയതിൻ്റെ ഒരു പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഞാനതിപ്പോൾ അത് ഓരോ സ്റ്റേജിലുള്ള ഫോട്ടോസ് ഈ സൈഡിൽ കൊടുത്തേക്കാം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രത്തോളം പൊള്ളിയ ഒരു അവസ്ഥയിൽ നിന്ന് മുഖമൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരുമായിരുന്നേ. പക്ഷെ ആ എണ്ണ ഇങ്ങനെ ഇട്ടുമ്പോൾ ഒരു പൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ പൊള്ളിയതിൻ്റെ ഒരു പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എനിക്കെന്ത് പറയണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ ആർക്കെങ്കിലും പൊള്ളലേക്കുന്നവർ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാണ്ട് നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും പൊള്ളലേക്കാതിരിക്കില്ല. ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് വൈദ്യർ പറഞ്ഞു തന്നെയാണ് കേട്ടോ, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തിളച്ച വെള്ളമാണോ എണ്ണയാണോ എന്തായാലും നമ്മുടെ ശരീരത്താണോ എവിടെയെങ്കിലും വീഴുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണ, വീട്ടിലുള്ള എണ്ണ നമ്മുടെ കയ്യിലാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ വെള്ളം നമ്മൾ ഒഴിക്കത്തില്ലേ, അതുപോലെ എണ്ണയിൽ മുക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂട് എണ്ണ പിടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് പൊള്ളലേക്കുന്നതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞ്. പിന്നെ വേറെ ഒന്നും പറഞ്ഞത് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്,
പച്ചവെള്ളത്തിൽ ഇങ്ങനെ കൊണ്ട് മുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് വൈദ്യുതി പറഞ്ഞത് കേട്ടോ. നമുക്കറിയില്ല, നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പെർട്ടൊന്നും അല്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് പൂർണ്ണ ഒരു സൗഖ്യം കിട്ടി. കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് പൊള്ളലേക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. ആ ഒരു എന്ത് അസുഖമായിരുന്നാലും അതൊരു അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാണ്ട്, സത്യം പറയാമല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു പൈസ കളയാണ്ട് ഇങ്ങനെ വൈദ്യരുണ്ട്, പൊള്ളൽ വൈദ്യരെന്നൊക്കെ പറയുന്ന വൈദ്യരൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പോയി കാണുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ കാലിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ, അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ കാണും. പിന്നെ ഈ എനിക്ക് വലിയ വിശ്വാസ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം വൈദ്യന്മാരൊക്കെ പോയി കഴിഞ്ഞാൽ സുഖം പ്രാപിക്കുന്നൊന്നും വലിയ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ലായിരുന്നു. പക്ഷേ ഇതിനൊരു സൗഖ്യം കിട്ടിയപ്പോൾ ഭയങ്കര ഒരു പൂർവ്വം. ഞാനിപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നൊന്നും നമുക്ക് യൂട്യൂബ് ചാനലോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട്, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് ഇട്ടായിരുന്നു. പക്ഷെ കയ്യിലോ മുഖത്തോ വന്ന പാടുകളൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല. അന്നൊന്നും ഫോട്ടോ ഒന്നും ഞാൻ എടുക്കേണ്ട ഒരു മൈൻഡൊന്നും കഴിഞ്ഞില്ല. പിന്നെ കാലയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കാല് പൊള്ളിയപ്പോൾ കാലയിൽ നല്ല പൊള്ളലേറ്റപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തോ ആവശ്യത്തിന്, എന്തിനാണോ എന്ന് എനിക്കറിയില്ല, ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു 3-4 ഫോട്ടോയാണ് കേട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.